ഷാർജ ഷെയ്ഖും റോയൽ ഫാമിലിയും ഒക്കെ ഇവിടെ ജീവിച്ചിരുന്നുവെന്നും. ഹലോ ഗൈസ്, വെൽക്കം ടു ലീവ് ഒയാസിസ്. നമ്മളെന്നാൽ യൂഷ്വലായി ചെയ്യാറുള്ള സൈക്കിൾ വ്ളോഗ് അല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താണ് പോയ നിങ്ങൾ ഈ സൈക്കിൾ വ്ളോഗ് മുഴിപ്പിക്കാൻ ഇടയിൽ വെച്ച് നിർത്തിയെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ സൈക്ലിംഗ് വ്ളോഗ് പാരലായിട്ട് പോകും. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു കൊച്ചു ട്രാവൽ വ്ളോഗാണ്. വേറെ ഒന്നല്ല, ഇവിടുത്തെ ഇപ്പോൾ UAE ട്രെൻഡായിരിക്കുന്ന വാദി ഷീസും ഷീസ് പാർക്കും അവിടെയുള്ള ഒരു ചെറിയ ട്രാവൽ വ്ളോഗ്, അങ്ങോട്ടുള്ള ചെറിയ ട്രാവൽ വ്ളോഗ്. പിന്നെ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഷീസ് പാർക്കിലാണ്. 2 ആഴ്ച മുമ്പ് ഹിസ് ഹൈനസ് ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്ത ഷീസ് പാർക്കിൽ. ഈ ഷീസ് പാർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ മൗണ്ടെയിനെ കാർ ചെയ്തുകൊണ്ട് 10,400 സ്ക്വയർ മീറ്ററിൽ 3 തട്ടുകളിലായിട്ട് നിർമ്മിച്ചിട്ടുള്ള, അല്ലെങ്കിൽ 3 തട്ടുകളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ താഴ്വരയെ നോക്കി കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള അതിമനോഹരമായ പാർക്കാണ് ഈ ഷീസ് പാർക്ക്. ഇവിടെ തന്നെ 509 മീറ്ററോളം വാക്ക് വേ ഇവർ പലങ്ങുമായി നിർമ്മിച്ചിട്ടുണ്ട്. ഇത്ര നാളെ ഞാൻ നിങ്ങളെ വെൽക്കം ടു ലി ഒയാസിസ് എന്ന് പറഞ്ഞാലും ഇന്ന് ആണ് ആക്ച്വലി നിങ്ങളെ ഒരു ഒയാസിസിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഇതൊരു മസ്റ്റ് സീ ഡെസ്റ്റിനേഷൻ എന്ന് പറയില്ല, പക്ഷേ ഈ ഒരു ആംബിയൻസ്, പ്രത്യേക ആംബിയൻസ് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇവിടെ എൻ്റെ ഈ പുറകിൽ കാണുന്നത് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോളാണ്. ഏകദേശം 25 മീറ്ററോളം ഹൈറ്റുള്ള ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ. അത് ഫുൾ ഫ്ലഡ്ജ് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു അടുത്ത റെയിനി സീസൺ ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയിലായിരിക്കും. പിന്നെ ഇവിടുന്ന് ഈ പാർക്കിൽ നിന്ന് തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഇവിടെ ഓൾഡ് വില്ലേജ് ഉണ്ട്, ഓൾഡ് റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയും. അതിന് വളരെയധികം ചരിത്രപ്രധാനം ഉള്ള ഒരു സ്ഥലമാണ്. വേറെ ഒന്നുകൊണ്ടല്ല, പോർച്ചുഗീസുകാരെ കുറിച്ച് നിങ്ങൾക്കറിയാലോ. അവരെവിടെ ഒക്കെ ചെന്നോ അവിടെയൊക്കെ മഹാവൃത്തികേടാക്കിയിട്ടുള്ളവന്മാരാണ്. അവർ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ തീരങ്ങളിൽ താമസിച്ചിരുന്നവരും മറ്റു സ്ഥലങ്ങളിൽ താമസിച്ചിരുന്നവരും അവരുടെ ക്രൂരകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ മലനിരകളിലേക്ക് ആണ് പിൻവലിഞ്ഞ് ഇവിടെ നിന്നുകൊണ്ടാണ് അവർ പ്രതിരോധിച്ചിരുന്നത്. അപ്പോൾ ഈ ഇവിടുന്ന് തന്നെ കുറച്ചുകൂട്ട പോയാൽ ഷീസ് വില്ലേജ് എന്ന് പറയും. അത് ഒരു വളരെയധികം പച്ചപ്പ് നിറഞ്ഞ ഒരു എന്താ പറയുക, വളരെ മനോഹരിയായ ഒരു ചെറിയൊരു ഗ്രാമമാണ്. ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന വഴി തന്നെയാണ്, മലനിരകളുടെ ഇടയിലൂടെ മനോഹരമായ ഒരു വഴി. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സുസ്വാഗതം. ഷാർജ കിങ് ഫൈസൽ മോസ്കിന്റെ അവിടെ നിന്ന് ഈ വാദി ഷീസ് വരെ ഏകദേശം 100 കിലോമീറ്റർ അല്ലെങ്കിൽ 1 മണിക്കൂറിന്റെ ഒരു ഡ്രൈവ് ആണുള്ളത്. ഞാൻ കിങ് ഫൈസൽ മോസ്കിന്റെ അവിടെ നിന്ന് നേരെ ഷാർജ ഇന്റർനാഷണൽ എയർപോർട്ട് റോഡ് കയറി അവിടെ നിന്ന് എമിറേറ്റ്സ് റോഡിലേക്ക്, പുതിയ എമിറേറ്റ്സ് റോഡിലേക്കുള്ള എക്സിറ്റ് എടുത്ത് പുതിയ എമിറേറ്റ്സ് റോഡിലൂടെ ഒരു 650 മീറ്ററോളം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കോർഫക്കാൻ റോഡിലേക്കുള്ള എക്സിറ്റ് കിട്ടും. അതുവഴി കോർഫക്കാൻ റോഡിലേക്ക് കയറി പിന്നെ നമ്മളൊന്നും നോക്കണ്ട, സ്ട്രെയിറ്റ് റോഡാണ്, വെച്ച് പിടിച്ച് അങ്ങോട്ട് പോയാൽ മതി. പിന്നെ നമുക്ക് അൽറിഗ ടണലാണ് ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത്. അൽറിഗ ടണൽ ഏകദേശം 1.5 കിലോമീറ്ററോളം നീളമുള്ള UAE അല്ല, മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ടണലാണ്. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് റൈറ്റിലേക്ക് എക്സിറ്റ് കിട്ടും വാദി ഷീസിലേക്ക്.
11,400 സ്ക്വയർ മീറ്ററോളം ചെത്തിയെടുത്ത് ഉണ്ടാക്കിയൊരു പാർക്കാണെന്ന് പറഞ്ഞല്ലോ. അത് ചെത്തിയെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മലയുടെ മുകളിൽ ചെത്തിയെടുത്തൊരു പാർക്കാണെന്ന് പറഞ്ഞല്ലോ. ഇതിനുള്ളിൽ തന്നെ ഒരു 509 മീറ്ററോളം വാക്ക് വേ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൊച്ചു മൗണ്ടെയിൻ ട്രെയിൽ, കൊച്ചൊന്നുമല്ല, അത്യാവശ്യം നടന്ന് കയറാനുള്ള ദൂരമുണ്ട്, ഒരു മൗണ്ടെയിൻ ട്രെയിലും ഇവരിവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനായ ഓൾഡ് റെസിഡൻഷ്യൽ വില്ലേജിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് വിൻ്റർ ആയതുകൊണ്ട് നമുക്ക് വേഗം സമയം കളയാതെ ഓൾഡ് റെസിഡൻഷ്യൽ ഏരിയ, ഓൾഡ് ഹെറിറ്റേജ് റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് നീങ്ങാം. കാരണം അത് വിൻ്റർ ആയതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ട് വീഴാനും പിന്നെ ഇത്തിരി ബുദ്ധിമുട്ടാവും നമുക്ക് ഇവിടുന്ന് ഇറങ്ങി പോകാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് മല ഇടുക്കുകളിലാണല്ലോ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം സമയം കളയാതെ ഓൾഡ് റെസിഡൻഷ്യൽ വില്ലേജിലേക്ക് പോകാം. അവിടെ ഒരു ചെറിയ ഹൈക്കിംഗ് ഉണ്ട് കേട്ടോ. വെൽക്കം ടു ലിവോയാസിസ് എന്ന് എല്ലാ എപ്പിസോഡ് തുടങ്ങുമ്പോഴും നിങ്ങളോട് പറഞ്ഞിരുന്നിരുന്നെങ്കിലും ഇന്നാണ് നിങ്ങളെ ഇവിടെ ഈ ഷാർജയിലുള്ള ഒരു ഒയാസിസിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ഓൾഡ് റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറഞ്ഞ ഒരു മൊത്തത്തിലൊരു കുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പഴമക്കാർ താമസിച്ചിരുന്നതും കൃഷി ചെയ്തിരുന്നതും താമസിച്ചിരുന്നതും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉൾവലിഞ്ഞ് അവർ സ്വയം ഒരു കവചമാക്കി ഈ മലനിരകളെയൊക്കെ തീർത്ത് അവർ സുരക്ഷിതരായി ജീവിച്ചിരുന്നത്. ആ സ്ഥലത്തേക്ക് ഒരു മൗണ്ടെയിൻ ഹൈക്കിങ്ങുമാണ് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ കൃഷിത്തരങ്ങളായ ഓറഞ്ചും പനിയും അങ്ങനെ പലതരം കൃഷികൾ അവർ ചെയ്യുന്നുണ്ട്. അതെല്ലാം നമുക്കത് വേഗം കണ്ടു ഇറങ്ങാം. കാരണം ഇപ്പോൾ ഓൾറെഡി 4 കാലമായി ഇവിടെ. അപ്പം വിൻ്ററാണ്, വിൻ്റർ ഓൾമോസ്റ്റ് തുടങ്ങി. അപ്പം സൂര്യപ്രകാശം പെട്ടെന്ന് പോകും, രാത്രി പെട്ടെന്ന് വരും. ഷാർജ ഷെയ്ഖും റോയൽ ഫാമിലിയും ഒക്കെ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ഇവിടെ തന്നെ അവർ ജീവിച്ചിരുന്നു. തുടക്കം തന്നെ നമ്മുടെ മാവുണ്ട് കേട്ടോ. മഴക്കാലമായ വെള്ളമൊഴുകി വരുന്ന ചാലുകൾ കണ്ടില്ലേ, ചെറിയ ചെറിയ ഇങ്ങനത്തെ കുറേ വെള്ളച്ചാട്ടത്തിൻ്റെ പൊത്തുകൾ ഇവിടെയുണ്ട്. ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് യഥാർത്ഥ ഒയാസിസിലേക്കാണ്. ശരിക്കുമുള്ള അത്ഭുത ലോകമായ ഷാർജയിലെ ഒരു മരുപ്പച്ചയിലേക്ക്, ഒരു ഒയാസിസിലേക്ക്. ഇതാണ് ഈ നമ്മുടെ നാട്ടിലൊക്കെ പറയണ ആണിച്ചാൽ. ഇവർ പലാച്ച് എന്നാണ് പറയുന്നത്, വെള്ളച്ചാൽ, ആണിച്ചാൽ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇടങ്ങളിലേക്ക് വെള്ളത്തിക്കാൻ അത് ഇതിൻ്റെ അടിയിൽ കൂടെയല്ല അവർ
ഒരു ചാല് പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിന് മുകളിലൂടെയാണ് ഇപ്പോൾ നടന്നു പോകുക. ഇതൊക്കെയാണ് ഓൾഡ് റെസിഡൻഷ്യൽ വില്ലേജിൻ്റെ ബാക്കി പത്രങ്ങൾ. ഇവിടെ ഇപ്പോഴും കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്, ഇവിടുത്തെ കൃഷിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ജോലിക്കാരും അങ്ങനത്തെ ആൾക്കാരൊക്കെ. പക്ഷെ കൂടുതലും ഒരു ഹെറിറ്റേജ് ഏരിയ ആയിട്ട് ഇത് മാറ്റിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷാർജ ഷെയ്ഖും റോയൽ ഫാമിലിയൊക്കെ താമസിച്ചിരുന്നു. അവർ താമസിച്ചിരുന്ന സ്ഥലമൊക്കെ ഇപ്പോൾ ഒരു മോസ്ക് ആക്കിയിരിക്കുകയാണ്. ശരിക്കും അൺബിലീവബിൾ അല്ലേ, ഇങ്ങനെ മലയുടെ മുകളിൽ ഇങ്ങനെ ഒരു സംഭവം തീർത്തിരിക്കണത്. അപ്പോൾ നമുക്കിവിടെ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഹൈക്കിങ്ങിനുള്ള പാത വെട്ടി ഒരുക്കിയിട്ടുണ്ട്. ഒരു പറയണ അപ്രോക്സിമേറ്റ്ലി 45 മിനിറ്റ്സ് വാക്ക് ഉണ്ടാവുന്നു. ഒരു യൂ ടേൺ പോലെയാട്ടോ ഇവരത് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു സൈഡിൽ നിന്ന് നമ്മൾ കയറി മറ്റൊരു സൈഡ് വഴി ഇറങ്ങാൻ. അതെ, ഇതാണ്, ഇവിടെയാണ് അവർ മുൻപ് റോയൽ ഫാമിലി താമസിച്ചിരുന്നത്. അതിപ്പം മോസ്ക് ആക്കിയിരിക്കുകയാണ്. ഇവിടെ ഒരു നിസ്കാര പള്ളിയൊക്കെയായിരുന്നു. ഇവിടെ ഒരു ഇപ്പോഴും കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്, ആടുകളെ വളർത്തുന്നുണ്ട്. ആടുകളെയും കോഴികളെയൊക്കെ ഇവർ, കന്നുകാലികളെല്ലാം ഇവർ ഇവിടെ വളർത്തുന്നുണ്ട്. മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ആണ് ഇവർ പ്രധാനമായിട്ട് കൃഷി ആവശ്യങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഇറിഗേഷന് വേണ്ടിയിട്ട് ഇവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയൊരു ടാങ്കാണത്. ഇതിൽ നിന്നാണ് വെള്ളം സ്പ്ലിറ്റ് ചെയ്ത് അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് റിക്വയർഡ് ഏരിയയിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നിറയെ മീനുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. നല്ല ഒന്നാന്തരം പീസ് മീൻ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടെ, കാരണം ഇത് ഫാംസ് ഉണ്ട്. അതായത് പ്രധാനമായി കൃഷി ചെയ്യുന്നത് ഇവിടെ ഡേറ്റ്സും പിന്നെ ഓറഞ്ചും പിന്നെ എന്തിന് മാങ്ങ വരെയുണ്ട്. നാരങ്ങ, ഓറഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ ഓറഞ്ചല്ല, ചെറിയ ടൈപ്പ് ഓറഞ്ച് ഉണ്ട്. നല്ല നല്ല മധുരമാണ് അത് കഴിക്കാൻ. അത് പിന്നെ അതുപോലെ തന്നെ മാങ്ങ, നല്ല അടിപൊളി മാങ്ങ, ചെറിയ മാങ്ങ. പിന്നെ ഡേറ്റ്സ്. പക്ഷെ ഡേറ്റ്സിന് കാളൊക്കെ നമുക്കിവിടെ ഒരു കൗതുകവും താല്പര്യം തോന്നുന്ന ഓറഞ്ചും മാങ്ങയൊക്കെ കാണുമ്പോഴാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വരുമ്പോൾ ഈ ഹൈക്കിങ്ങിന് അനുയോജ്യമായ ഡ്രസ്സ് ഇട്ടിട്ട് വേണം വരാൻ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചിരിക്കും, തല കുത്തിന്ന് ചിരിക്കും. നമ്മുടെ നാട്ടിലെ നല്ല ഗ്രാമപ്രദേശത്തെത്തിയ മണം ഈ ആടും കന്നുകാലികളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ മലയൊക്കെ ഇറങ്ങി താഴെ എത്തി. ഇത് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഇല്ല കേട്ടോ, ഒരു 1.25 കിലോമീറ്റർ മലയുടെ ഉള്ളിൽ കൂടെ ഒരു നാച്ചുറൽ ട്രെയിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഹൈക്കിംഗ് ഉദ്ദേശിച്ച് വരുന്നവർ അതിന് അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട്, ഷോർട്ട്സോ പാൻസോ അങ്ങനെ അതിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടുന്നില്ലെങ്കിൽ ചിരിക്കും, നല്ല പോലെ ചിരിക്കും, തല കുത്തി നിന്ന് ചിരിക്കും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ വരാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഒരു സബ്സ്ക്രൈബറിന് കിട്ടി, ഒരു അറബിക് സബ്സ്ക്രൈബറിനെ. ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ ഓക്കെ, സൈനിങ് ഓഫ് ഫ്രം ലീവ് ഒയാസിസ്. നിങ്ങൾക്ക് ഷീസ് പാർക്കും ഈ ഓൾഡ് റെസിഡൻഷ്യൽ വില്ലേജൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. പക്ഷേ കീപ്പ് ഓൺ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മൈ സൈക്ലിംഗ് വ്ലോഗ്. അത് നിർത്തിയിട്ടൊന്നുമില്ല, അത് പാരലായിട്ട് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ
അങ്ങനെ നമ്മൾ ഈ ഷാർജയിലെ യഥാർത്ഥ ഒയാസിസിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ മറന്നു. നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ, ഈ വഴിക്ക് വരുമ്പോൾ ഇവിടുത്തെ കാണാനുള്ള ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങോട്ടുള്ള വഴി തന്നെയാണ് കുന്നുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ വഴിയും വന്ന വഴികളെല്ലാം ഒന്ന് ചെറുതാക്കി ചെറിയൊരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഇതിൻ്റെ ഈ സൈൻ ഓഫിന് ശേഷം ഇടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതും കാണാമല്ലോ. ഓക്കെ.